ഇതെങ്ങോട്ടാണ് ഒരുങ്ങിക്കെട്ടി പോകുന്നേന്നല്ലേ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാ ഭയങ്കര ത്രില്ലിങ്ങിലാണ് ഞാൻ കേട്ടോ. ഞാനൊരുപാട് ആഗ്രഹിച്ചൊരു പടം കാണാൻ പോവാ. ത്രില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഹൊറർ മൂവീസിനോടൊക്കെ ഭയങ്കര ത്രില്ലിങ്ങാ. ഇപ്പം മനസ്സിലായല്ലോ പടം ഏതാണെന്നുള്ള. ഡിഎസ്‌റേ കാണാൻ പോവാട്ടോ. തിയേറ്ററിൽ വന്ന പാടെ ദാണ്ടെ അവന് ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട്. സ്നാക്സൊക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ദാണ്ടെ വരുന്നുണ്ട് ഹായ് പറയാൻ. അപ്പൊ ദാണ്ടെ ഞങ്ങള് തിയേറ്ററിലെത്തി. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പടം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇനി പടം കണ്ടിട്ട് പറയാവേ. പിന്നെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൗണ്ട് എഫക്റ്റും ഒരു വെറൈറ്റി തീമൊക്കെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഹൊറർ മൂവീസിലൊക്കെ കണ്ടുവരുന്നതിൽ ഒരു വ്യത്യസ്ത രീതിയിലാണുള്ളത്. പക്ഷേ ഒരുപാട് റീൽസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് പേടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലടിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിൽ അത്രയ്ക്ക് പേടിയായിട്ട് ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് കണ്ടിരിക്കാം. ഒരുപാടങ്ങ് പേടിപ്പിക്കുന്ന കണക്കൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ നല്ല പടമാണ്. പ്രണവ് മോഹൻലാലൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇരുട്ടത്ത് ഒറ്റയ്ക്കിരുന്നൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാകും കേട്ടോ. ഭയങ്കര സൗണ്ട് എഫക്റ്റാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല പുള്ളിയാണ് കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് ഇത്തിരി ധൈര്യം കൂടിയത് കൊണ്ടാവാം എനിക്കത്ര പേടിയായില്ല. 1-2 സീൻസ് ഒഴികെ. അപ്പോൾ നല്ല അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ് കേട്ടോ. അപ്പം കാണാത്തവരൊക്കെ ഓടിപ്പോയി കണ്ടോളൂ കേട്ടോ. ബൈ.